അസ്സലാമു അലൈക്കും, നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇത് നി- ഇത് നിങ്ങൾ കേൾക്കേണ്ട വേണം കേട്ടോ. ഇത് ഒരുപാട് ആളുകൾക്ക് കിട്ടേണ്ടത് അത്യാവശ്യമാണ്. കാരണം അത്ര മാത്രമാണ് ഈ നരഭോജീനെ സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അതെന്താണത് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പം ഞാനിപ്പോൾ വീഡിയോസ് കാണിച്ചു തരാം കേട്ടോ. ഒരാൾ ശബരിമലയിലേക്ക് നടന്നു പോകുന്നു, കോഴിക്കോടുന്ന് ശബരിമല വരെ. പിന്നാലെ ഒരു പട്ടിയും കൂടി ഇരിക്കുന്നു. ഇത് വാർത്ത വന്നാണ്, കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. പട്ടി എന്തിനാ പിന്നാലെ പോയത്? മുന്നിൽ പോണ ആൾ എന്തിനാ പോണേന്നുള്ള നമുക്ക് കാണാം. പട്ടി എന്തിനാ പോയത്? പട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താ, ഇയാള് കൃത്യമായിട്ട് 3 നേരം ഭക്ഷണം കഴിക്കും, കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇട്ട് കൊടുക്കും, 2 തലോടും, ഇയാള് വിശ്രമിക്കും. ഇയാൾ എന്തായാലും 600 കിലോമീറ്റർ ഒറ്റയടിക്ക് നടക്കാനൊന്നും അല്ല പോകുന്നത്, എന്തായാലും വിശ്രമിക്കും, കൂടെ പട്ടി വിശ്രമിക്കും. ഇതാണ് സംഭവം. പക്ഷെ നമ്മളത് ഗ്ലോറിഫൈ ചെയ്ത് ശബരിമലയിലേക്ക് ശാസ്താവിനെ കാണാൻ പോകുമ്പോ ആ ചൈതന്യം പിന്നാലെ പട്ടിയുടെ രൂപത്തിൽ കൂടിയിരിക്കുകയാണ്. അങ്ങനെ ഒരു വിഷ്വലൈസേഷനൊക്കെ അങ്ങ് കൊടുത്തതിനെ അങ്ങ് ഗ്ലോറിഫൈ ചെയ്ത് അയാൾ കഴിക്കുന്നതില് എന്താണ് ഉച്ചിഷ്ടവും അമേദ്യവും കഴിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ എത്തിയത് ഇങ്ങനെ വാർത്തയായിട്ടാണ്. എങ്ങനെയുണ്ട്? ആയിരക്കണക്കിന് വിശ്വാസികൾ ശബരിമലയെ വിശ്വസിക്കുമ്പോൾ, അപ്പോൾ ഒരു വ്യക്തി നടന്നു പോകുമ്പോൾ അതിൻ്റെ ഒപ്പം പട്ടിയും കൂടെ, അപ്പോൾ അതിനെ വിശ്വാസികൾ അതിൻ്റെതായിട്ടുള്ള വിശ്വാസത്തിൻ്റെ രീതിയിൽ കാണുകയാണ് കേട്ടോ. അപ്പോൾ അതിനെ വന്നിട്ട് ഇയാൾ വലിയ രീതിയിൽ വാർത്ത വന്നപ്പോൾ സഹിക്കുന്നില്ല. അപ്പോൾ അയാളുടെ ആ ഒറിജിനൽ ഉണ്ടല്ലോ, ആ ഒരു ക്യാരക്ടർ അതങ്ങോട്ട് കുരു പൊട്ടിയിട്ട് അങ്ങോട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇയാളെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഈ ഹൈന്ദവരിലും ശരി, ഇനിയിപ്പോൾ സംഘികളായിട്ട് മൈൻഡുള്ള ആളുകളായാലും ശരി, മറ്റുള്ളവരുടെ മതങ്ങളെ കളിയാക്കുമ്പോൾ അതൊരു സന്തോഷം. ഇയാൾ കളിയാക്കുമ്പോൾ അതിൽ ആസ്വദിച്ചുകൊണ്ട് ഇയാളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഇപ്പോൾ ശബരിമലയിലുള്ള ആയിരക്കണക്കിന് കോടിക്കണക്കിന് വിശ്വാസികളെയാണ്, അതായത് ഇന്ത്യയിൽ നിന്ന് പല സംസ്ഥാനങ്ങളിലും വരുന്നതാണ് ഈ ശബരിമലയിലേക്ക്, അല്ലേ? അത് നടന്നിട്ടൊക്കെയാണ്, അത്രയും വിശ്വാസമാണ് അവർക്ക്. അതിനെയാണ് കൂളായിട്ട് കളിയാക്കിയത്. അതായത് ഈ പട്ടി അതിൻ്റെ പേരിലൊന്നും അല്ല പോകുന്നത്, അയാളുടെ വേസ്റ്റുകളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ചിട്ട് കൊണ്ടുവന്നാണ്. ഇത്രയേ ഉള്ളൂ. ഇതാണ് അന്ധവിശ്വാസികൾ. അതായത് ഈ വ്യക്തിയെ ഒരുപാട് ആൾക്കാർ ഇയാളെ മറ്റുള്ള മതക്കാരെ പരിഹസിക്കുമ്പോൾ, അതായത് ഞാൻ പറഞ്ഞില്ല, സ്വന്തം കുടുംബത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൻ്റെ വിഷമങ്ങൾ മനസ്സിലാവും. ആരാൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ അറിയുമ്പോൾ നമുക്കതിങ്ങനെ സന്തോഷിക്കാൻ തോന്നും. അതുപോലെയാണ് ഇപ്പോൾ വന്നത്. ഇപ്പോൾ ഈ വീഡിയോസിൻ്റെ കമൻറ്റിൽ ഞാൻ ഒന്ന് നോക്കി, പ്രിയ സുഹൃത്തുക്കളെ, പെറ്റതള്ള സഹിക്കൂല. ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇവന് ശരിക്കിട്ട് അണ്ണാക്കിൽ കൊടുക്കുന്നത്, അതായത് തെറി പറഞ്ഞുകൊണ്ടും അത്രയും തെറീൻ്റെ പൂരമാണ്. എല്ലാ ഹൈന്ദവരും കയറിയിട്ട്, ഇനിയിപ്പോൾ സംഖ്യകളായ ആളുകളായാലും ശരി, എല്ലാം കയറിയിട്ട് ഇവരെ തെറി പറയുകയാണ്. അപ്പോൾ മനസ്സിലായി ഇതാണ് അവസ്ഥ എന്നുള്ളത്. അതായത് ഈ വ്യക്തി എന്ന് പറയുന്നത് ഈ ഇടയ്ക്ക് ജെറൂസലേം, ഈ മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, എന്താ പറയുക, ഇസ്രായേലിൽ അവിടെ പോയിട്ട് അയാൾ ജൂതന്മാരെ ഈ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നത് ഇവൻ ഏതോ ഒരു ജൂതനുണ്ടായവനാണ്, മനസ്സിലായ? അവൻ കറക്റ്റായിട്ട് ആ ജൂതന് വളരെയധികം ജൂതന്മാരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അവൻ അങ്ങനെ സംസാരിക്കുന്നത്. ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവന് ജൂതൻ ഉണ്ടാക്കിയാണ്. ഈ ജൂതന്മാരെങ്ങനെയെന്ന് അറിയോ, അവരുടെ ഇതിനെ വളർത്താൻ വേണ്ടിയിട്ട് എത്രയും കാശിറക്കും. അതിന് വേണ്ടിയിട്ട് അവർ ചെറുപ്പം മുതൽ തന്നെ ആളുകളെ റെഡിയാക്കി കൊണ്ടുവരും. അങ്ങനെ ഏതോ ഒരു സാധനത്തെ റെഡിയാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. ഓരോ രാജ്യങ്ങളിലും ഓരോരോ സംസ്ഥാനങ്ങളിലും ഓരോരോ മേഖലകളിലൊക്കെ വിടുകയാണ്. എന്നിട്ട് മാക്സിമം ആ മതങ്ങളെ അവരെ കൊണ്ട് കഴിയാവുന്ന രീതിയിലൊക്കെ സംസാരിച്ച് തരം താഴ്ത്തിക്കൊണ്ട് അവിടുത്തെ വിശ്വാസികളെല്ലാം പറിച്ച് ആ വിശ്വാസങ്ങളെയൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, പല വിശ്വാസങ്ങളിലേക്കും കൊണ്ടുവരിക, അല്ലെങ്കിൽ പല രീതിയിലാക്കുക. ഇതൊക്കെയാണ് ഇവരുടെ ഉദ്ദേശം. അതായിരിക്കും. അല്ലെങ്കിൽ ഇവനൊക്കെ ജെറൂസലേമിൽ പോയിട്ട് അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഈ ജൂതന്മാരൊന്നും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ കമൻ്റ് അടിക്കുക. ഇപ്പോൾ ഇവനെ എത്ര ആൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കാമല്ലോ. ഇപ്പോൾ ഹൈന്ദവർ വിശ്വസിക്കുന്ന ശബരിമലയിലെ കോട്ടിക്കണക്കിലെ ആളുകളുടെ വിശ്വാസമായ അയ്യപ്പനെ കളിയാക്കിയിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിൽ പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.